ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ് നമ്മൾ രണ്ടാമത്തെ ശ്ലോകം മുഴുവനായും കണ്ടു. ഇനി വരുന്ന ശ്ലോകത്തിൽ അർജുനൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭഗവാൻ നൽകുന്നത്. എന്തായിരുന്നു അർജുനൻ്റെ ചോദ്യം? ഞാൻ ഏതു പാതയെ ആണ് തിരഞ്ഞെടുക്കേണ്ടത്? അതിലൂടെ എൻ്റെ ആധ്യാത്മികമായ വികാസത്തോടൊപ്പം തന്നെ ഈ സമൂഹത്തിൻ്റെ ഉന്നതിയും സംസ്കാര സമ്പന്നമായ മനസ്സുള്ള വ്യക്തികളും സമൂഹത്തിൽ നിൽക്കുവാൻ വേണ്ടി ഞാൻ ഈ നിമിഷം എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ അതിനുള്ള ഉത്തരം നൽകുകയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹേ പാപരഹിതനായ പാർത്ഥ, ഈ ലോകത്തിൽ രണ്ടു മാർഗങ്ങളുണ്ട്. ഏതാണ് ആ രണ്ടു മാർഗങ്ങൾ? ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. സാഖ്യന്മാർ തിരഞ്ഞെടുക്കുന്നതായ ജ്ഞാനയോഗത്തിൻ്റെ പാതയും യോഗികൾ തിരഞ്ഞെടുക്കുന്ന കർമ്മയോഗം എന്ന പാതയും. ഇനി വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കൂ. നമ്മൾ ഇപ്പോൾ രണ്ട് വാക്കുകൾ കേട്ടു, സാഖ്യയോഗം എന്നും കർമ്മയോഗം. ഇനി ഇതിൽ രണ്ടിൽ വെച്ച് ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന് ചിന്തിക്കുവാൻ പോയാൽ നമുക്ക് യാതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇത് രണ്ടും, ഈ രണ്ടു പാതകളിലൂടെയും ഓരോ വ്യക്തിയും കടന്നു പോകേണ്ടതാണ്. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ആധ്യാത്മിക പുരോഗതിക്ക്, മനസ്സിൻ്റെ വികാസത്തിന് വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മൾ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഒന്നിനു ശേഷം ഒന്നായിട്ട് വേണം അഭ്യസിക്കുവാൻ. നമ്മൾ കേൾക്കുന്നത് പോലെ അതല്ലെങ്കിൽ പറയുന്നത് പോലെ അത്ര എളുപ്പമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ പാതയിലേക്ക് പ്രവേശിക്കുവാൻ. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യമെന്നത്, നിഷ്കാമമായി നമ്മൾ ഏതു കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് നമുക്കെന്തു നേട്ടമാണ് നൽകുന്നത്? നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതായ വാസനകളെ ക്ഷയിപ്പിക്കുവാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. ഇനി നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ സെൽഫ്ലെസ് ആക്ടിവിറ്റി. ഇനി എന്താണ് നിഷ്കാമകർമ്മം, എങ്ങനെയാണ് അനുഷ്ഠിക്കുക എന്ന് ചോദിച്ചാൽ അത് മുഴുവനായി വിശദീകരിക്കാൻ ഈ ഒരു സമയത്ത് സാധിക്കില്ല. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ 2-ാം അധ്യായം ഒന്ന് മറിച്ചു നോക്കിയാൽ മതി. എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, നിഷ്കാമകർമ്മങ്ങളിലൂടെ നമുക്ക് വാസനകളെ ക്ഷയിപ്പിക്കുവാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടതായ ഏതൊരു കർത്തവ്യവും ഒരംശം പോലും മനസ്സിൻ്റെ അസ്വസ്ഥതയോ വിദ്വേഷമോ മടിയോ കൂടാതെ പൂർണ്ണമായ സംതൃപ്തിയോടും ഈശ്വരാർപ്പണത്തോടും കൂടി നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ വാസനകൾ ക്ഷയിക്കുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇങ്ങനെ ക്രമേണ വാസനാക്ഷയം സംഭവിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സിൽ മാത്രമേ നമുക്ക് അറിവിനെ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അശുദ്ധി നിറഞ്ഞ മനസ്സിൽ ഒരിക്കലും ജ്ഞാനത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം നിഷ്കാമകർമ്മങ്ങളിലൂടെ മനസ്സിൻ്റെ ശുദ്ധീകരണം സംഭവിച്ചതിന് ശേഷം നമ്മൾ ധ്യാന പരിശീലനത്തിലൂടെ, ശാസ്ത്ര പഠനത്തിലൂടെ അറിവിനെ പ്രാപ്തമാക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ചിത്തശുദ്ധി സംഭവിച്ച ഒരു മനസ്സിന് മാത്രമേ ധ്യാനത്തിലൂടെയും ശാസ്ത്ര പഠനത്തിലൂടെയും ഈശ്വര അനുഭൂതിയിലേക്ക് ഈ മനസ്സിനെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇവിടെ നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന ഒരബദ്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വളരെ നന്നായിരുന്നു. നമ്മളൊരു ആവേശത്തോടെ, ഒരു അമിതമായ ആത്മവിശ്വാസത്തോടുകൂടെ ഈ കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും, എനിക്കിതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം പുസ്തകം എടുത്ത് വായിച്ചാൽ ആ നിമിഷം തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന രീതിയിലല്ല
ഈ ശാസ്ത്രം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീനെ അറിയാമല്ലോ നമുക്ക്. എത്രത്തോളം ശ്രദ്ധയും സമയവും സമർപ്പണവും തൻ്റെ പരീക്ഷണത്തിൽ ചിലവഴിച്ചിട്ടാണ് അദ്ദേഹം ഈ ശാസ്ത്രത്തെ വികസിപ്പിച്ചെടുത്തത്, പല പല തിയറികൾ കണ്ടെത്തിയത്. അദ്ദേഹം മെറ്റീരിയൽ ഫിസിക്സിലായിരുന്നു നിന്നത്. എന്നാൽ ഇവിടെ നമുക്ക് അതിനും ഒരു പടി മുകളിൽ കടന്നുകൊണ്ട് ചിന്തിക്കണം. അതിനും ഒരു പടി കടന്നു ചിന്തിച്ചാലേ ഈ ശാസ്ത്രത്തെ, ആധ്യാത്മിക ശാസ്ത്രം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ. എത്രയോ അധികം സമയം നീണ്ടു നിൽക്കുന്ന പരീക്ഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയുമാണ് ശാസ്ത്രജ്ഞന്മാർ സത്യങ്ങളെ തെളിയിക്കുന്നത്. ഒന്ന് ചിന്തിക്കൂ, അതിന് നമുക്ക് കേവലം ബുദ്ധിയുടെ ആവശ്യം മാത്രമാണ് വരുന്നത്. എന്നാൽ ഇവിടെ സ്പിരിച്വൽ സയൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ബുദ്ധി കൊണ്ട് മാത്രം നമുക്കിതിനെ മനസ്സിലാക്കി എടുക്കുക അസാധ്യമാണ്. ഇവിടെ നമുക്ക് ബുദ്ധിക്കും മുകളിൽ കടക്കേണ്ടതുണ്ട്. ബുദ്ധിയെ അതിജീവിച്ച് അതിനുമപ്പുറത്ത് കടന്ന് സത്യത്തെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചാൽ പോരാ. അതുകൊണ്ടാണിത് മനസ്സിലാക്കിയെടുക്കാൻ ഭൂരിഭാഗം പേർക്കും പ്രയാസമായി തോന്നുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട്, മനസ്സിലാക്കിയെടുക്കാനുള്ള പ്രയാസം കൊണ്ട് ഈ ഹിന്ദുമതം അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രം തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് വളരെ വലിയ തെറ്റാണ്. ഏതുപോലെ എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ശാസ്ത്രീയമല്ല എന്ന് പറയുന്നത് പോലെ. നോക്കൂ, ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെ എത്രയോ അധികം രോഗികളാണ് ഒരേ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നത്. ആ ഓരോ രോഗിക്കും ഓരോ മരുന്നുകളായിരിക്കും ഈ ഡോക്ടർ എഴുതി കൊടുക്കുന്നത്. അതെന്താണ്, എല്ലാ രോഗികൾക്കും ഒരേ മരുന്ന് കൊടുത്താൽ പോരെ? കാരണം നോക്കുന്നത് ഒരു ഡോക്ടറാണല്ലോ. എന്നാൽ എന്താണ് അങ്ങനെ ചെയ്യാത്തത്? കാരണം മെഡിസിൻ പഠിച്ച് ഒരു ക്വാളിഫൈഡ് ആയ ഡോക്ടർക്ക് ഈ കാര്യം അറിയാം. എല്ലാ രോഗികളുടെയും രോഗം ഒരുപോലെയല്ല, വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മരുന്നുകൾ എഴുതി കൊടുക്കുന്നതും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ശ്രദ്ധാപൂർവം ഗൗരവമായി തന്നെ നമുക്ക് ഈ ഗീതാശാസ്ത്രത്തെ മനസ്സിലാക്കിയേ പറ്റും. ഈ ശ്ലോകത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ ഒട്ടും മടിക്കരുത്. ഏവർക്കും പ്രണാമം. ഹരി ഓം.